ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ വറുത്തത് കണ്ടാലോ. ഗ്രീൻ ഗാർലിക് തവ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അത് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് അയിലമീനാണ് കേട്ടോ. നിങ്ങൾക്ക് ആവോലിയോ നെയ്മീനോ ഒക്കെ എടുക്കാം കേട്ടോ, അതാണ് ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മീൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് മല്ലിയില ഇട്ടിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക് എരിവിന് വേണ്ടി ഇട്ടിട്ടുണ്ട്, ഒരു 6 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ, നമ്മൾ മീൻ വറുക്കാനുള്ള. പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ മീനിലോട്ട് നമ്മളത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനത് നല്ലതുപോലെ 2 സൈഡും മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുമ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അതിനകത്ത് ഉപ്പും എരിവും ഒക്കെ പിടിച്ച് കിട്ടുമേ. ഇനി നമുക്കൊരു തവ വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല മീനെന്ന് പറഞ്ഞാൽ നെയ്മീനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കാണാൻ. ആവോലി അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും അങ്ങനെ മേടിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അയിലയിൽ വെച്ചിട്ട് ചെയ്യുകയാണ്. ദേശ കട്ടിയുള്ള മീനായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാലയൊക്കെ എന്നിട്ട് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുവാണേ, അതിന് തിരിച്ചും മറിച്ചും ഒന്നിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ മസാല പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ അതാ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ മസാല അതിനകത്ത് പിടിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി മസാല ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചും മറിച്ച് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ മസാല പൊതിഞ്ഞ് നമ്മുടെ മീൻ വറുത്തതിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. എപ്പോഴും നമ്മൾ ഒരുപോലെ ട്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചി ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മല്ലിയിലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത് തിരിച്ചും മറിച്ച് വെക്കിയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ ഗാർലിക് തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.